ക്രിസ്തുവർഷം 570 ഇന്നത്തെ സൗദി അറേബ്യയിലെ ഹിജാസ് പ്രവിശ്യയിലുള്ള മക്ക എന്ന പ്രദേശത്തെ ഖുറൈശി കുടുംബത്തിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി മുഹമ്മദ് നബിയുടെ ജനനം. തന്റെ ജനനത്തിന് മുന്നേ തന്നെ പിതാവ് മരണപ്പെട്ടു പോയ മുഹമ്മദ് നബിക്ക് തന്റെ ബാല്യത്തിൽ തന്നെ പ്രിയപ്പെട്ട മാതാവിനെ നഷ്ടപ്പെട്ട് അനാഥനായി വളരേണ്ടി വന്നു. ഇക്കാലയളവിൽ ഇദ്ദേഹത്തിന്റെ സംരക്ഷണം തന്റെ മുത്തച്ഛനായ അബ്ദുൽ മുത്തലിബിന്റെയും അദ്ദേഹത്തിന്റെ കാലശേഷം തന്റെ പിതാവിന്റെ അനുജനായ അബൂ താലിബിന്റെയും കീഴിലായിരുന്നു. തന്റെ 40 വയസ്സുവരെ മക്കാരുടെ പ്രിയങ്കരനും വിശ്വസ്തനും കണ്ണിലുണ്ണിയുമായി ജീവിച്ചു പോന്നിരുന്ന ഇദ്ദേഹം കൂടുതലും സമയം ചിലവഴിച്ചിരുന്നത് മക്കയിലുള്ള ഹിറ എന്ന ഗുഹയിലായിരുന്നു. അന്ന് മക്കയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അക്രമങ്ങളിലും അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ബഹുദൈവാരാധകരായിരുന്ന അന്നത്തെ മക്കാരുടെ ആചാരങ്ങളിൽ പലതും ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അന്നത്. പിറന്നത് പെൺകുഞ്ഞായിരുന്നെങ്കിൽ ജീവനോടെ തന്നെ കുഴിച്ചു മൂടിയിരുന്ന നിരക്ഷരായിരുന്ന കാട്ടറബികളുടെ കാലഘട്ടം. ഇതുപോലുള്ള അക്രമങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മനസ്സാൽ തൃപ്തിപ്പെടാതെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ക്രൈസ്തവർ ഗബ്രിയേൽ എന്ന് വിളിക്കുന്ന ജിബ്രീൽ എന്ന മാലാഖ ദൈവത്തിന്റെ സന്ദേശവുമായി അദ്ദേഹത്തിനടുക്കലിലേക്ക് കടന്നു വന്നു. പിന്നീടുള്ള നീണ്ട 23 വർഷം അദ്ദേഹം തനിക്കിറക്കപ്പെട്ട ദൈവവചനങ്ങളെ ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനായി പ്രയത്നിച്ചു. ഇക്കാലയളവിൽ അദ്ദേഹത്തിനെ വിശ്വസ്തൻ, പ്രിയങ്കരൻ എന്നീ നിലയിൽ കണ്ടിരുന്ന മക്കാരായ ബഹുദൈവാരാധകർ മുഹമ്മദ് നബിയെയും അദ്ദേഹത്തെ പിൻപറ്റിയവരെയും തള്ളിപ്പറയുകയും കള്ളനെന്നും നുണയനെന്നും പുത്തൻവാദിയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ദൈവം ഏകനാണെന്നും ആ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധന അർപ്പിക്കാവൂ എന്നുമുള്ള മുഹമ്മദ് നബിയുടെ പ്രബോധനം മക്കയിലെ ബഹുദൈവാരാധകർക്ക് വലിയ തലവേദനയെ മാറി. എന്നാൽ കറുത്തവനും വെളുത്തവനും, സ്ത്രീക്കും പുരുഷനും, ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും, പണക്കാരനും പാമരനും തുല്യത നൽകുന്ന മുഹമ്മദ് നബിയുടെ ഈ പുതിയ വഴിയിലേക്ക് ജനസാഗരം ഒഴുകിത്തുടങ്ങി. ഇതുകണ്ട് ഭയന്ന മക്കയിലെ ബഹുദൈവാരാധകരായ മക്കാർ വലിയ വലിയ ഓഫറുകളുമായി മുഹമ്മദ് നബിയെ സമീപിച്ചു. മക്കാരുടെ മുഴുവൻ സമ്പാദ്യവും അല്ലെങ്കിൽ മക്കാരുടെ തലവൻ എന്ന പദവിയും മുതലായ പല പല ഓഫറുകളും അതിൽപ്പെട്ടതായിരുന്നു. എന്നാൽ തൻ്റെ ജീവിത നിയോഗം ഏകദൈവ വിശ്വാസ പ്രബോധനമാണെന്ന് അറിവുള്ള മുഹമ്മദ് നബി ഈ ഓഫറുകൾ സന്തോഷപൂർവ്വം നിരസിച്ചുവെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. ഇതിൽ കുപിതരായ മക്കയിലെ പ്രമാണിമാർ അവസാന ഉപായമെന്ന പോലെ മുഹമ്മദ് എന്ന ആ യുവാവിനെ കൊല ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഉത്തരവ് പ്രകാരം പ്രാണരക്ഷാർത്ഥം മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ സംഘവും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടുന്നത്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ തന്നെ കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തതും അതുപോലെ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തതും തൻ്റെ ആശയങ്ങളെ ഏറ്റവും കൂടുതൽ തള്ളിക്കളഞ്ഞതും തൻ്റെ കുടുംബത്തിൽപ്പെട്ട, തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട പല ആളുകൾ തന്നെയാണെന്നതാണ് ഇതിൽ വാസ്തവം. തണ്ടും തടിയും തൻ്റെ ഇടവുമുള്ള അനേകം ആളുകൾ തൻ്റെ പക്കലുണ്ടായിരുന്നിട്ടും ഒരു യുദ്ധത്തിന് പോലും മുതിരാതെ മുഹമ്മദ് നബി ദൈവകൽപ്പന നിറവേറ്റിക്കൊണ്ടായിരുന്നു സ്വന്തം ജന്മസ്ഥലം വിട്ട് മദീനയിലേക്കുള്ള പലായനമെന്ന് ചരിത്രരേഖകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 622 ഈ പലായനം. പിന്നീട് ഇസ്ലാമിക് കലണ്ടറായ ഹിജ്റ കലണ്ടർ തുടക്കം കുറിച്ചതും ഈ പറയപ്പെട്ട വർഷം നടന്ന ഈ സംഭവം ആസ്പദമാക്കിയിട്ടായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ തൻ്റെ മരണം വരെ മദീന എന്ന നഗരത്തിൽ ഒരു വ്യക്തമായ അടിത്തറയുള്ള ഭരണഘടനയുള്ള ഒരു ഇസ്ലാമിക രാജ്യം അദ്ദേഹം പടുത്തുയർത്തി. ഇക്കാലയളവിൽ ബദറിലും ഉഹദിലും ഖന്തക്കിലുമായി മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലുള്ള ഏകദൈവ വിശ്വാസികളും മക്കാരുടെ നേതൃത്വത്തിലുള്ള ബഹുദൈവാരാധകരും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നു. പിന്നീട് ഈ യുദ്ധങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ച പ്രവാചകൻ എന്ന് വിരോധികൾ പറഞ്ഞു പരത്തിയത്. സത്യത്തിൽ മുഹമ്മദ് നബിയെ ഇസ്ലാം മത പ്രവാചകൻ എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാധാ വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ആളുകളും നോക്കിക്കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും പ്രവൃത്തികളും ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ സാധാ ജനങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. ബുദ്ധനെയും ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും പോലുള്ള മഹാന്മാക്കളെ നമ്മൾ മതമെന്ന അതിർവരമ്പിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാം കാണുന്നത് പോലുള്ള അക്രമങ്ങൾക്ക് ഈ ലോകം സാക്ഷിയാവാൻ പ്രധാന കാരണം. ഇസ്ലാം എന്ന മതത്തിൻ്റെ അതിർവരമ്പുകൾ മാറ്റി നിർത്തി ഒരു സാധാ മനുഷ്യൻ എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ മക്കയിലുള്ള ഹിറാ ഗുഹയിൽ നിന്നും തുടക്കം കുറിച്ച മുഹമ്മദ് നബിയുടെ ആദർശങ്ങളും കാഴ്ചപ്പാടുകളും ഇന്ന് ലോകം മൊത്തം പടർന്നു പന്തലിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ആ ആദർശങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാവപ്പെട്ടവനെയും പണക്കാരനെയും തുല്യരായി കാണുന്നു. കറുത്തവനും വെളുത്തവനും ഒരേ നീതി ഉറപ്പുവരുത്തുന്നു. എന്തിന്, പക്ഷി മൃഗാദികൾക്ക് വരെ തൻ്റെ കാരുണ്യം ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ആദർശങ്ങളും ആശയങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് മുഹമ്മദ് എന്ന വ്യക്തി ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രവാചകനായ മുഹമ്മദ് നബിയായതും സാധാരണക്കാരായ മറ്റു വിശ്വാസികൾക്ക് മുഹമ്മദ് നബി എന്ന വ്യക്തി പ്രഭാവമുള്ള നേതാവായത്.
മദീനയിലെ രാജാവായിട്ടും ഒട്ടിയ വയറും പട്ടിണിയുമായി ജീവിച്ച മുഹമ്മദ് നബിയുടെ ലാളിത്യം ചരിത്ര രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.